വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 255-ലേറെ സീറ്റുകളിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും എന്നാണ് പറയുന്നത്. 1.3% വോട്ടാണ്. 1.31% വോട്ടാണ് ഒരു കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി കിട്ടിയിരിക്കുന്നത്. അതായത് മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. അപ്പൊ കോൺഗ്രസ് ഇനി ശ്രദ്ധിക്കേണ്ട ഏരിയ എവിടെയെന്ന് വെച്ചാൽ, കോൺഗ്രസ് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രീ പോൾ അലയൻസുകൾക്ക് കൃത്യമായി തയ്യാറെടുക്കണം. പിന്നെ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ചാൽ, കോൺഗ്രസ് എവിടെ നിൽക്കുന്നു, എന്താണ് ഞങ്ങളുടെ ദൗർബല്യങ്ങൾ, എന്താണ് നമ്മുടെ അകത്തെ പ്രശ്നമെന്ന് കോൺഗ്രസ് കൃത്യമായി മനസ്സിലാക്കണം. ഇന്ത്യയിൽ മൊത്തത്തിൽ കോൺഗ്രസ് ഇപ്പോഴും വല്ല മോശാവസ്ഥയിൽ തന്നെയാണ്. ഇപ്പം BJPയുടെ ഇത്തവണത്തെ 2024 ലക്ഷ്യം എന്ന് പറയുന്നത് 50% മറികടക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഓരോ സ്ഥലത്തും അതിന്റെ സംഘടനാ ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് സംഘടന കെട്ടിപ്പടുക്കുകയും അവരെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കുകയും ശക്തമാവുകയും അതിനെ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്താൽ, കഴിഞ്ഞ കർണാടക ഇലക്ഷനിൽ കോൺഗ്രസ് തോറ്റത് നിയമസഭ, കാരണം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് കോൺഗ്രസിനാണ്. ഇപ്പൊ ഇവിടെ മധ്യപ്രദേശിലും അതുപോലെ രാജസ്ഥാനിലും 1% വോട്ടിന്റെ വ്യത്യാസം, 1/2% വോട്ടിന്റെ വ്യത്യാസമുള്ളൂ. പക്ഷെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങളെ കൂട്ടിവെച്ചാൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് കോൺഗ്രസിനാണ്, തെലങ്കാന അടക്കം കൂട്ടിയത്. എന്നിട്ട് 3% വോട്ട് മേടിക്കുന്ന ഒരു കക്ഷിക്ക് മറ്റേ 25 സീറ്റിൽ മത്സരിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 80 സീറ്റിൽ ലോക്സഭയിലുള്ള സീറ്റിൽ ഞങ്ങൾക്ക് 10 സീറ്റോ 20 സീറ്റോ തരണം എന്ന് പറഞ്ഞാൽ ആര് കൊടുക്കും? അപ്പൊ പിന്നെ മാത്രല്ല, ഇതിൽ വേറൊരു സംഭവം, ഖർഗേനെ പ്രധാനമന്ത്രിയാക്കി മാറ്റണം എന്ന് പറഞ്ഞു തന്നെ എന്തിനാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി? അതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസിന് ശക്തിപ്പെട്ടാൽ മാത്രമേ കോൺഗ്രസ് നിലനിൽക്കാൻ കഴിയൂ. ഇത് നമ്മുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇങ്ങനെ തന്നെയാണ്. രാജേഷ് 40ഓളം സീറ്റുകൾ ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിന് എവിടെ, പഞ്ചാബിൽ. അതുപോലെ ബീഹാറിൽ വലിയ കരുത്തുണ്ടായിരുന്നു, രാജസ്ഥാനിൽ കരുത്തുണ്ടായിരുന്നു, തമിഴ്നാട്ടിലോട്ട് MP ഉണ്ടായിരുന്നു, സൈക്കിളിലൊക്കെ പോകുന്ന MP ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പാർട്ടി ഇല്ലെങ്കിൽ പിന്നെ ഇവർക്ക് എങ്ങനെ സീറ്റ് കിട്ടും? കോൺഗ്രസിന്റെ ഒരു അത്യാഗ്രഹവും അതിമോഹവുമാണ് ഞാൻ പറയുന്നത്. ഒരു 100 സീറ്റ് ജയിക്കാനുള്ള വകുപ്പ് നോക്കുക എന്നുള്ളത് മാത്രമേ കോൺഗ്രസിന് ചെയ്യാനുള്ളൂ. BJPക്കെതിരെ വലിയൊരു ദേശീയ ബദൽ എന്ന ആശയവുമായിട്ടാണ് ഈ ഇന്ത്യ മുന്നണി രൂപീകരിച്ചത്. ഇന്ത്യ മുന്നണിയിൽ 28 കക്ഷികളുണ്ട്. CPM CPI അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളും അല്ലാത്ത പാർട്ടികളും പ്രാദേശിക പാർട്ടികളൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ മുന്നണി ഉണ്ടാക്കിയത്. അത് മൂർക്കം പാമ്പുണ്ട്, മുള്ളുമുരിക്ക് മൂർക്കം പാമ്പ് എന്നുള്ള സ്റ്റൈലിലാണ് ഈ മുന്നണി. പറഞ്ഞു വരുന്നത് മുന്നണിയുടെ അടിസ്ഥാനമല്ല. അതേസമയം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 255-ലേറെ സീറ്റുകളിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം, ഇത്രയും സീറ്റുകളിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് പ്രസക്തിയാണ് ഈ മുന്നണിക്കുള്ളത് എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ തന്നെ ഒരു അവിയൽ പരുവമുള്ള മുന്നണിയാണ്. ഇത് എന്താണ്, എങ്ങനെയാണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്നൊരു ക്ലാരിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ രാജേഷ്, ഇതിൻ്റെ ഇന്ത്യ മുന്നണി രൂപീകരിക്കുമ്പോൾ കേട്ടിട്ടുള്ള കണക്കുകൾ പ്രകാരം എന്ന് പറഞ്ഞാൽ, ഈ ആളുകളുടെ മൊത്തം വോട്ട് ഷെയർ എല്ലാം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് BJPയെ മറികടക്കും, വലിയ വോട്ട് ഷെയറിലേക്ക് എത്തും എന്നാണ്. പക്ഷെ അങ്ങനെ കൂട്ടുന്നതിൽ പോലും ചില അസ്വാഭാവികതകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ 40% വോട്ട്, അതായത് 35% വോട്ട് എന്തായാലും CPMന് കിട്ടും. അതുപോലെ തന്നെ ഏകദേശം അതിൻ്റെ അടുത്ത് വോട്ട് കോൺഗ്രസ് കിട്ടും. സോ ഇത് രണ്ടും കൂടി കൂട്ടി ഏതാണ്ട് 70% വോട്ട് കേരളത്തിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നത് നടത്തില്ല. കാരണം ആ നമ്പറിനനുസരിച്ചുള്ള ഒരു MP ഒരിക്കലും ഉണ്ടാകുന്നില്ല. അപ്പൊ കോൺഗ്രസ് ഇനി ശ്രദ്ധിക്കേണ്ട ഏരിയ എവിടെയെന്ന് വെച്ചാൽ, കോൺഗ്രസ് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രീ പോൾ അലയൻസുകൾക്ക് കൃത്യമായി തയ്യാറെടുക്കണം. രാജേഷ് പറഞ്ഞതാണ് അതിന്റെ വാസ്തവം. ഇപ്പൊ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞേക്കുന്നത് 2 സീറ്റുകൾ കൊടുക്കാമെന്നാണ്. പക്ഷെ 2 സീറ്റുകൾ കൊടുക്കാമെന്ന് പറയുമ്പോൾ കോൺഗ്രസ് തീർച്ചയായിട്ടും അവിടെ 2 സീറ്റുകളിൽ നിന്ന് MP ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പക്ഷേ 2 സീറ്റുകൾ വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറയുമ്പോൾ അവിടെ എത്ര MP കിട്ടുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇത് സ്വാഭാവികമായിട്ടും മറ്റ് സ്റ്റേറ്റുകളിൽ, ഇപ്പോൾ പഞ്ചാബിലാണെങ്കിലും അല്ലെങ്കിൽ തെലങ്കാനയിലാണെങ്കിലും, തെലങ്കാനയിൽ കഴിഞ്ഞ തവണ ഏതാണ്ട് അവർക്ക് 28% വോട്ട് കിട്ടിയിട്ടുണ്ട് ലോക്സഭയിൽ. പക്ഷെ അതുപോലും എൻ്റെ വിശ്വാസം, കാരണം ഇപ്പം നിയമസഭയിലേക്ക് അടുത്തിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയം പോലും തെലങ്കാനയിൽ അങ്ങനെ തന്നെ ആവർത്തിക്കപ്പെടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ തവണ അവിടെ BJP തന്നെ 4 MP 4 6 MP അവിടെ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ഞാൻ പറഞ്ഞത് എല്ലാ സ്ഥലങ്ങളിലും ഈ പ്രശ്നമുണ്ട്. പിന്നെ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ചാൽ, കോൺഗ്രസ് എവിടെ നിൽക്കുന്നു, എന്താണ് ഞങ്ങളുടെ ദൗർബല്യങ്ങൾ, എന്താണ് നമ്മുടെ അകത്തെ പ്രശ്നമെന്ന് കോൺഗ്രസ് കൃത്യമായി മനസ്സിലാക്കണം. അതിന്റെ പ്രശ്നം കഴിഞ്ഞ തവണ ഏതാണ്ട് 200ഓളം വരുന്ന സീറ്റുകളിൽ
BJP-യുമായി നേർക്കുനേരെ മത്സരിക്കുന്ന സീറ്റുകളിൽ 5% മാത്രമാണ് സ്ട്രൈക്ക് റേറ്റ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ 5% സീറ്റുകളിൽ മാത്രം, അതായത് ഏതാണ്ട് 10ഓളം സീറ്റുകളിൽ മാത്രമാണ് BJP-യെ മറികടന്ന് കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് അലയൻസിന് തയ്യാറായില്ലെങ്കിൽ രാജേഷ് പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണി കൊണ്ടിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. ഒരു പോസ്റ്റ് പോൾ അലയൻസ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴേ അത് ചർച്ച ചെയ്ത് സമയങ്ങളില്ല, എന്താണ് സ്ഥിതി നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ അത് മാത്രമല്ല, അതിന് ചിലപ്പോൾ ലീഡ് ചെയ്യാൻ കോൺഗ്രസിന് പറ്റുമെന്ന് പറയുന്ന ഒരു അവസ്ഥ പോലുമില്ല. കാരണം ഇപ്പൊ നമുക്കറിയാം, രാജസ്ഥാൻ പോലെയുള്ള, മധ്യപ്രദേശ് പോലെയുള്ള, തെലങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ കാണുന്ന ഒരു വലിയ കാര്യമുണ്ട്. തെലങ്കാന മാറ്റി വെക്കാം, രാജസ്ഥാൻ, മധ്യപ്രദേശ്, അതുപോലെ ഹിന്ദി ഹൃദയഭൂമിയിലെല്ലാം തന്നെ UP അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ നമ്മൾ അറിയേണ്ടത്, ഇപ്പൊ ലോക്സഭ ഇലക്ഷൻ വരുമ്പോൾ BJP-യുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് 50%, 55% ഒക്കെയാണ്. എന്ന് പറഞ്ഞാൽ അത്രയും വലിയ വോട്ട് ബാങ്കിലേക്ക് BJP എത്താണ്. ഈവൻ കർണാടകത്തിൽ പോലും അത്തരത്തിലുള്ള പ്രതിഫലങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത്രയും വലിയ പെർസെൻറ്റേജ് കിട്ടിയിട്ടില്ല. BJP-യുടെ ഇത്തവണത്തെ 2024 ലക്ഷ്യം എന്ന് പറയുന്നത് 50% മറികടക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണ്. പക്ഷെ സൗത്ത് ഇന്ത്യയിൽ അത് നടക്കില്ല. പക്ഷെ UP-യിൽ അത്, അല്ലെങ്കിൽ UP അടക്കമുള്ള നോർത്ത് ഇന്ത്യയിൽ അത് സ്വാഭാവികമായിട്ടും നടക്കും. ഇതിലാകെ ഹിമാചൽ പ്രദേശിൽ മാത്രമാണ് കോൺഗ്രസിന് സാന്നിധ്യമുള്ളത്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും എല്ലാം തന്നെ കോൺഗ്രസിന് വലിയ വോട്ട് ബാങ്ക് ഉണ്ട്, വലിയ വോട്ട് ബേസ് ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും അതിനെ പ്രോപ്പർലി ഉപയോഗപ്പെടുത്താനായിട്ട് കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസ് ഈ കാണിക്കുന്നത് അബദ്ധമാണ്. ഒന്ന്, കഴിഞ്ഞ തവണ കോൺഗ്രസ് കാണിച്ചത് എന്താ? കഴിഞ്ഞ തവണ കോൺഗ്രസ് കാണിച്ചത്, ഇപ്പൊ രാജസ്ഥാനിലും മധ്യപ്രദേശിലും എല്ലാം കോൺഗ്രസ് കാണിച്ചത് എന്താ? അതായത് അവിടെയുള്ള ലോക്കൽ നേതൃത്വത്തിന് അനിയന്ത്രിതമായിട്ടുള്ള അധികാരങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെ തോന്നിയവാസത്തിന് സംഭവം എല്ലാം തന്നെ വിട്ടുകൊടുത്തു. അതുകൊണ്ട് എന്താ, അവിടെ തോറ്റു. ഇപ്പൊ കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒരു മർക്കട മുഷ്ടിയോടെ ഒരു തീരുമാനമെടുക്കുകയാണ്. ഇത് രണ്ടിനും ഇടക്കുള്ള ഒരു വഴി ഉണ്ട് എന്ന് കോൺഗ്രസ് ഇനിയെങ്കിലും മനസ്സിലാക്കണം. കാരണം കോൺഗ്രസ് സംബന്ധിച്ച്, കോൺഗ്രസ് ഇപ്പൊ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള സീറ്റുകൾ എത്രയാണെന്ന് നമുക്കറിയാം. ആ സീറ്റുകളിൽ തന്നെ പഞ്ചാബിൽ നിന്നാണ്, കേരളത്തിൽ നിന്നാണ്, ഇതുപോലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJP-യുമായി അടിച്ചു നിൽക്കാത്ത സ്റ്റേറ്റുകളിൽ നിന്നാണ് കോൺഗ്രസിന് ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് ഇനിയെങ്കിലും സ്വന്തം ബലഹീനതകളെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് തയ്യാറാണ്. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്താ? ചർച്ച ചെയ്യുന്ന ആന്ധ്രാപ്രദേശിലെ വിഷയമാണ്. ആന്ധ്രാപ്രദേശിൽ YS മറ്റേ രാജശേഖർ റെഡ്ഡി എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. ആ നേതാവാണ് മറ്റേ നമ്മുടെ NT രാമറാവുവിന്റെ ഒക്കെ കയ്യിൽ നിന്ന് പിന്നീട് കോൺഗ്രസിലേക്ക് ഈ സംഭവം തിരിച്ചു പിടിക്കുന്നത്. എങ്ങനെയാണ് കോൺഗ്രസ് തകർന്നു പോയെന്ന് വെച്ചാൽ, NT രാമറാവു ഒക്കെ അവിടെ ആന്ധ്ര ഗൗരവ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കി മുന്നോട്ട് വരികയും അതുകൊണ്ട് കോൺഗ്രസ് അവിടെ നിലംപരിശാവുകയും, പക്ഷെ അപ്പോഴും അവിടെ വോട്ട് ബേസ് ഉണ്ടാവുകയും ആ വോട്ട് ബേസിന് ഒരു ലീഡർ ഉണ്ടാവുകയും ചെയ്തു രാജശേഖർ റെഡ്ഡി. അദ്ദേഹം വലിയ പദയാത്രകൾ നടത്തി. നമുക്കറിയാം, മമ്മൂട്ടിയുടെ സിനിമ യാത്ര എന്നൊക്കെ പറഞ്ഞു വന്നതൊക്കെ അദ്ദേഹമാണ്. അപ്പൊ അത്തരത്തിലുള്ള യാത്രകൾ നടത്തി. അതിനിടയ്ക്ക് അദ്ദേഹം മരണപ്പെട്ടപ്പോഴത്തേക്കും ജഗൻമോഹൻ റെഡ്ഡി എന്ന് പറയുന്ന മുഖ്യമന്ത്രി അവിടെ അധികാരത്തിലേക്ക് വന്നു. ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട്. പക്ഷേ കോൺഗ്രസിന് അവിടെ കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് കിട്ടിയ വോട്ട് പെർസെൻറ്റേജ് എത്രയാണെന്ന് ഒരു രാശേ 1.3% വോട്ടാണ്. 1.31% വോട്ടാണ് ഒരു കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി കിട്ടിയിരിക്കുന്നത്. അതായത് മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. നിയമസഭയിലേക്ക് കിട്ടിയേക്കുന്നത് ഏകദേശം ഏതാണ്ട് 2% മുകളിൽ മാത്രം വോട്ടാണ്. അപ്പൊ ഇനി YS ശർമിള എന്ന് പറയുന്ന ഒരാൾ വന്നാൽ ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് പറയില്ല. കാരണം ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പൊ മാറി പറഞ്ഞിരിക്കുന്നു. വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിനിടക്ക് വേണമെങ്കിൽ എന്ത് ചേഞ്ചും സംഭവിക്കാം. അപ്പൊ 6 മാസങ്ങൾക്ക് മുമ്പ് വരെ ശരിക്കും കമൽനാഥ് ഉറപ്പായും ജയിക്കേണ്ടിയിരുന്നതാണ് മധ്യപ്രദേശിൽ. പക്ഷെ 6 മാസങ്ങൾ കൊണ്ടിട്ട്, അതായത് കമൽനാഥ് ഏറ്റവും ആദ്യം ചെയ്ത മണ്ടത്തരം കർണാടകത്തിൽ പ്രഖ്യാപിച്ച പോലെയുള്ള ഓഫറുകളൊക്കെ ആദ്യം തന്നെ പ്രഖ്യാപിച്ചു, വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചു, പ്രകടന പത്രിക ഇറക്കി. സ്വാഭാവികമായിട്ട് അത് കണ്ടിട്ട് അതിനേക്കാൾ വലിയ പ്രകടന പത്രിക BJP ഇറക്കിയത് മാത്രമല്ല, BJP അധികാരത്തിലിരിക്കുകയാണ്. അപ്പൊ കൊടുത്തു തുടങ്ങി. ആ കൊടുത്തു തുടങ്ങിയപ്പോൾ 6 മാസം കൊണ്ടായി ചേഞ്ച് ഉണ്ട്. ഇപ്പൊ ഹിന്ദുവിലൊക്കെ വന്നിട്ടുള്ള വലിയ ആർട്ടിക്കിൾ ഉണ്ട്. അതായത് ഹൗ BJP കോൺകേർഡ് മധ്യപ്രദേശ് അഗെയിൻ എന്ന് പറയുന്ന വലിയ ചോദ്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, അത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഇത് കോൺഗ്രസ് ഒരിക്കലും വളരെ കൃത്യമായി പഠനം നടത്തുകയോ പഠിക്കുകയോ ചെയ്യാതെ എടുക്കുന്ന നിലപാടുകളാണ്. അതുകൊണ്ട് ഇപ്പൊ YS ശർമിള വരുന്നു ആന്ധ്രാപ്രദേശിൽ, അവരുടെ അമ്മയും കൂടി വരുമെന്ന് കേൾക്കുന്നു. തീർച്ചയായിട്ടും അവരുടെ അമ്മയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ YS രാജശേഖർ റെഡ്ഡിയുടെ ഒരു വലിയ അനുയായി വൃന്ദമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു വലിയ വികാരമാണ് കൂടെ വരുന്നത്. ആ വികാരത്തിന് തീർച്ചയായിട്ടും ആന്ധ്രാപ്രദേശിൽ പ്രസക്തിയുണ്ട്. ബട്ട് സ്റ്റിൽ കോൺഗ്രസ് എങ്ങനെ അവരെ ലീഡ് ചെയ്യും, അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ അവരുടെ കൂടെ നിൽക്കുമെന്നൊക്കെ ഉള്ളത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ലോക്സഭയിലേക്ക് 255 സീറ്റിലേക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചെങ്കിൽ അത് കോൺഗ്രസിന്റെ അടുത്ത മണ്ടത്തരം എന്നല്ലാതെ ഒന്നും പറയാനില്ല.
ഇത് എനിക്ക് തോന്നുന്ന സത്യത്തിൽ ഇത് സന്തോഷിക്കുന്ന ഒരാളുകൾ തീർച്ചയായിട്ടും BJP-ക്കാരാണ്. തീർച്ചയായിട്ടും ആയിരിക്കും. ഇപ്പം അധികാരത്തിലേക്ക് തിരിച്ചെത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണല്ലോ ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞ വർഷം വലിയ രീതിയിലുള്ള ഏതാണ്ട് 3-3.5 മാസത്തോളത്തിലേറെ കാലം നീണ്ടു നിന്ന ഭാരത് ജോഡോ യാത്ര സംഘടിപ്പിച്ചു. വലിയ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിക്കിടന്ന കോൺഗ്രസിനെ ഉണർത്താനൊക്കെ അത് ഒരു കാരണമൊക്കെ ആയിട്ടുണ്ട്. എങ്കിൽ പോലും രാഹുൽ ഗാന്ധി എന്താണോ ലക്ഷ്യമിട്ടത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടത്. ആകെ ഉണ്ടായത് എന്താണ്? തെലങ്കാനയിൽ ഭരണത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. തെലങ്കാനയിൽ വളരെ മോശം അവസ്ഥയിലായിരുന്നു കോൺഗ്രസ്. പക്ഷെ അവിടെ ഭരണത്തിലേക്ക് വരാൻ വേണ്ടി കഴിഞ്ഞു. രേവന്ത് റെഡ്ഡിയുടെ വലിയ പ്രവർത്തനമൊക്കെ ഉണ്ട്. കോൺഗ്രസ് തന്നെ കഴിഞ്ഞ ദിവസം മുരളീധരനായി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസിൽ അവിടെയും വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായി രേവന്ത് റെഡ്ഡിയുടെ കൂടെ നിന്ന്. രേവന്ത് റെഡ്ഡി ഈ അടുത്ത കാലത്ത് കോൺഗ്രസിൽ വന്ന ആളാണ്. അതുപോലെ തന്നെ ആന്ധ്രയിൽ ചിലപ്പോൾ അങ്ങനെ ഒരു ചലനങ്ങൾ ചിലപ്പോൾ സൃഷ്ടിച്ചേക്കാം എന്നാണ് ശർമ്മയുടെ വരവോടുകൂടി ചിലപ്പോൾ ആന്ധ്രയിലും അത്തരത്തിലുള്ള ചലനങ്ങളൊക്കെ സൃഷ്ടിച്ചേക്കാമെങ്കിൽ പോലും ഇന്ത്യയിൽ മൊത്തത്തിൽ കോൺഗ്രസ് ഇപ്പോഴും വല്ല മോശാവസ്ഥയിൽ തന്നെയാണ്. ഇപ്പം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ഭാരത് ജോഡോ ന്യായ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യാത്ര നടക്കുന്നുണ്ട്. മണിപ്പൂരിൽ നിന്ന് ബോംബെ വരെയാണ് അവർ യാത്ര നടത്തുന്നത്. ഇത് പറയുമ്പോൾ ബോംബെയിലുള്ള പ്രശ്നം എന്താണ്? അവരുടെ മുഖ്യ ഘടകകക്ഷിയായിരിക്കുന്ന ഈ ഉദ്ധവ് താക്കറെയുടെ ഒരു താക്കറെ മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 2 പാർട്ടിയായി മാറിയിരിക്കുന്നു. ഉദ്ധവ് താക്കറെയുടെ ഒരു പാർട്ടിയും ശിവസേനയും 2 പാർട്ടിയായി നിൽക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ ശിവസേനേൻ്റെ അംഗബലം എന്താണെന്ന് നമുക്കിപ്പോഴും അവിടെ പ്രവചിക്കാൻ പറ്റില്ല. ഏത് ശിവസേനയുടെ കൂടെയാണ് ആൾക്കാരുള്ളതെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. NCPയും അവിടെ ഒരു ഘടകകക്ഷിയാണ്. മുന്നണി ഉണ്ടാക്കിയിട്ടല്ല അന്ന് ഭരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന് പറയുന്നത് NCP ആണ്. ഉദ്ധവ് താക്കറെ NCPയും ഉദ്ധവ് താക്കറെയും 2 പീസായി നിൽക്കുകയാണ് അവിടെ. അപ്പോൾ എത്രത്തോളം വിജയിക്കാൻ പറ്റുമെന്നറിയില്ല. പിന്നെ നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പഞ്ചാബിലെ സ്ഥിതി എന്താണ്? കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന സ്ഥലമാണ്. ഇന്ന് കോൺഗ്രസിന്റെ കയ്യിലല്ല, ആം ആദ്മി പാർട്ടിയുടെ കയ്യിലാണ്. ആം ആദ്മി പാർട്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് വരണ്ടായിരുന്നു സഖ്യമായിട്ട്. ഈ പഞ്ചാബിൽ സഖ്യമില്ല, ഡൽഹിയിൽ മാത്രമേ ആം ആദ്മി പാർട്ടിയായിട്ട് സഖ്യമുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരേ പാർട്ടിയുള്ള ആളുകൾ തന്നെ അപ്പുറം ഇപ്പുറം തിരിഞ്ഞു പറഞ്ഞു കളിക്കുന്നത്. ഡൽഹിയിൽ സഖ്യം ഉണ്ടെന്ന് രാജേഷ് പറഞ്ഞല്ലോ. ഈ സഖ്യത്തിനൊരു തമാശ ഉണ്ട്. എന്താണെന്നറിയാമോ? അജയ് മാക്കർ എന്ന് പറയുന്ന അവിടുത്തെ കോൺഗ്രസിന്റെ വലിയ നേതാവായിട്ടുള്ള ആളുകൾ ഈ സഖ്യത്തിന് പൂർണ്ണമായും എതിരാണ്. അപ്പൊ അത്തരത്തിൽ അവിടുത്തെ ലോക്കലായിട്ടുള്ള, അതായത് ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കൾ എല്ലാവരും തന്നെ അരവിന്ദ് കെജ്രിവാളിനെതിരാണ്. അരവിന്ദ് കെജ്രിവാൾ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് പ്രചരിപ്പിച്ചവരാണ് അവർ. മറ്റേ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വലിയ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഒക്കെ വലിയ ഇലക്ഷനാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ഇലക്ഷൻ. ആ ഇലക്ഷനിൽ അവർ വലിയ തോതിൽ മത്സരം കാഴ്ചവെച്ചവരാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊന്നും പ്രാക്ടിക്കലി എവിടെയെങ്കിലും പ്രായോഗികമായി നടപ്പിലാക്കാൻ കോൺഗ്രസിന് കഴിയാത്തൊരവസ്ഥയിലാണ് കോൺഗ്രസ്. ഇതിന് ഞാൻ നേരത്തെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് രാജേഷ്. എങ്ങനെയാണ് ഇപ്പൊ UDF സംവിധാനം കേരളത്തിൽ ദുർബലമാകുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് ദുർബലമാകുന്നത്? നയിക്കുന്നവൻ പ്രാപ്തിയില്ലാത്തവനാണ്, കൊള്ളാവുന്നവനാണ്, അവൻ്റെ ഒപ്പം കരുത്തില്ല എന്ന് മനസ്സിലാകുന്നതുകൊണ്ടാണ് എല്ലാ ഘടകകക്ഷികളും എന്ത് ചെയ്യുന്നത്? വാളെടുത്ത് വെളിച്ചപ്പാടാകുന്നത് അതുകൊണ്ടാണ്. ഇവിടെ അതുപോലെ തന്നെ UDF അടക്കം പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. ഇതേപോലെ തന്നെ കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിലും കോൺഗ്രസിന്റെ ദൗർബല്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായ അതിൻ്റെ ഒന്നാമത്തെ കാര്യം, കോൺഗ്രസ് ഓരോ സ്റ്റേറ്റിലും കൃത്യമായ നേതാക്കന്മാരെ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടില്ല. നമുക്കിപ്പോൾ കേരളത്തിലെ കാര്യം തന്നെ എടുത്ത് നോക്ക്. കെ മുരളീധരനുണ്ട്, ശശി തരൂരുണ്ട്, ഇത്തരത്തിലുള്ള വലിയ ആളുകളുണ്ട്. പക്ഷെ അവരെയൊന്നും അംഗീകരിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറില്ല. ഹൈക്കമാൻഡിന്റെ പേഴ്സണൽ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇവരോടുള്ള എതിർപ്പൊക്കെയാണ് പ്രശ്നം. പണ്ട് അലൂമിനിയം പട്ടേൽ എന്ന് വിളിച്ചതും മറ്റേ മദാമ എന്ന് വിളിച്ചതും ഓർത്തുകൊണ്ടാണ് കെ മുരളീധരനെതിരെ ഇപ്പോഴും വാളെടുക്കുന്നത്. ശശി തരൂരിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശശി തരൂരിന് അവർക്ക് താല്പര്യമേ ഇല്ല. ഔദ്യോഗിക പക്ഷത്തിനെതിരെ അല്ല, അതിന് മുമ്പ് തന്നെ G23 അതിന്റെ ഒപ്പം നിന്നു എന്നുള്ളത് കൊണ്ട് ഇവരിപ്പോഴും ഒരു ചിറ്റമ്മ നയം തുടരുകയാണ്. ഇത് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ മാറ്റിക്കൊണ്ട് പഞ്ചാബിനെ കളഞ്ഞതാരാണ്? പഞ്ചാബില് ആം ആദ്മി പാർട്ടിക്ക് ഇപ്പൊ സത്യത്തിൽ കോൺഗ്രസുമായിട്ട് സഖ്യത്തിന്റെ ആവശ്യമില്ല. ഞാൻ ഒരു കാര്യം രാജേഷിനോട് വളരെ സിമ്പിൾ ആയിട്ടൊരു ലോജിക്ക് പറയാം. ഞാൻ എന്നൊരു കമ്പനി ജോലിക്ക് വെക്കണമെങ്കിൽ എന്ത് വേണം എന്ന് വെച്ചാൽ എന്നെ അവിടെ ഒരു അനിവാര്യനായില്ലെങ്കിലും എന്നെ അവിടെ ആവശ്യമുള്ള ഒരാളായി മാറണം. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഓരോ സ്ഥലത്തും അതിൻ്റെ സംഘടനാ ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് സംഘടന കെട്ടിപ്പടുക്കുകയും അവരെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കുകയും ശക്തമാകുകയും അതിനെ കൺസോൾഡേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്താൽ അതാണ് ഏറ്റവും വലിയ പോയിന്റ്. അടിവരായിട്ട് പറയേണ്ട പോയിന്റ്, അതിനെ കൺസോൾഡേറ്റ് ചെയ്യാൻ പറ്റും. ആ കൺസോൾഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ, ലോക്കൽ ലീഡേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസുമായി സഖ്യത്തിന് ആൾ വരും. ഇപ്പൊ എന്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി
അവിടെ സഖ്യത്തിന് തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് മമതാ ബാനർജി ഇവിടെ തയ്യാറാകാത്തത്? മമതാ ബാനർജി ഒരു 10% വോട്ട് അല്ലെങ്കിൽ അത്രയും വോട്ടിൽ കൂടുതൽ ബംഗാളിൽ പിടിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്രയും ഒരു വലിയ സ്വാധീന ശക്തി ഉണ്ട് ബംഗാളിൽ മമതയ്ക്ക് ജയിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും മമതാ ബാനർജി എന്ത് ചെയ്യും? സഖ്യത്തിന് വരും. അപ്പൊ ഇത്തരത്തിലുള്ള സഖ്യങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് സംഘടന കെട്ടിപ്പടുക്കാൻ കോൺഗ്രസ് ഒരു പണിയും ചെയ്തില്ല. രാജേഷ് പറഞ്ഞൊരു കാര്യം, ഭാരത് ജോഡോ യാത്ര നടത്തി. ഇപ്പൊ ഭാരത് ജോഡോ ന്യായ യാത്ര എന്ന് വന്നിട്ട് എന്ത് ചെയ്തു? മണിപ്പൂർ വരെ ബോംബെ പോലെയൊക്കെ നടക്കുന്നു, നല്ല കാര്യം. പക്ഷെ അതുകൊണ്ട് കോൺഗ്രസിന് ഒരു പുനരുജ്ജീവനം ഉണ്ടായിട്ടുണ്ട്, ഒരു ഉണർവുണ്ടായിട്ടുണ്ട്. ആ ഉണർവുണ്ടായതിൽ ഏറ്റവും പ്രമുഖമായ ഉണർവുണ്ടായത് എന്താണെന്ന് അറിയാം പക്ഷേ, പപ്പു എന്ന് വിളിച്ചിരുന്ന രാഹുൽ ഗാന്ധിയുടെ ഇമേജ് മാറിയിട്ട് അദ്ദേഹത്തെ രാവണനായൊക്കെ ആളുകൾ ചിത്രീകരിച്ചു. ഒരനക്കുണ്ടായിട്ടുണ്ട്, ഓരോ ഓളം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. അത്രയും കൃത്യമായി ഉണ്ടായിട്ടുള്ള ഒരു ഈവൻ്റാണ്. പക്ഷെ ഈവൻ്റ് നമ്മൾ സംഘടിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ? ഒരു വലിയ ഈവൻറ്റുകൾ എപ്പോഴും നടക്കും, പക്ഷെ ആ ഈവൻറ്റിൽ നിന്നും നേരെ മറ്റേ ഫലം പറിച്ചെടുക്കാൻ കഴിയുന്ന ലോക്കലായിട്ടുള്ള നേതാക്കന്മാരെ കൂടി സൃഷ്ടിക്കണം. അങ്ങനെ സൃഷ്ടിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കഴിഞ്ഞ കർണാടക ഇലക്ഷനിൽ കോൺഗ്രസ് തോറ്റത്. നിയമസഭ കാരണം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് കോൺഗ്രസിനാണ്. ഇപ്പൊ ഇവിടെ മധ്യപ്രദേശിലും അതുപോലെ രാജസ്ഥാനിലും 1% വോട്ടിന്റെ വ്യത്യാസം, 1/2% വോട്ടിന്റെ വ്യത്യാസമുള്ളൂ. പക്ഷെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങളെ കൂട്ടിവെച്ചാൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് കോൺഗ്രസിനാണ്, തെലങ്കാന അടക്കം കൂട്ടിയത്. അപ്പൊ ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജസ് അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഇതിനെ കൺസോളിഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മുടെ ചില സമുദായങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ വലിയ പ്രാമുഖ്യം കിട്ടുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഷെഡ്യൂൾഡ് കാസ്റ്റും അതുപോലെ OBC ഒക്കെ ചേർത്ത് വെച്ചാൽ 45% വരും. പക്ഷെ എന്തുകൊണ്ടാണ് അവർക്ക് ഒരിക്കലും പ്രാമുഖ്യം കിട്ടാത്തതെന്ന് വെച്ചാൽ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പാർട്ടിയോ ആ റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടികൾ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് കൺസോളിഡേറ്റ് ആയിട്ടുള്ള ഒരു വോട്ട് ബാങ്കോ ഇതിനകത്തില്ല. അല്ല, ഇത് യുപിയിൽ അത് ഉണ്ടായിരുന്നു, BSP ഉണ്ടായിരുന്നു, സമാജ്വാദി പാർട്ടി ഉണ്ടായിരുന്നു, ഇവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരൊക്കെ പിന്നീട് ദുർബലമാവുന്ന കാഴ്ച അതാണ് ഞാൻ പറഞ്ഞ. ഉണ്ടായിരുന്നപ്പോ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കൺസോളിഡേറ്റഡ് വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നപ്പോ BSPയും സമാജ്വാദി പാർട്ടിയും തമ്മിൽ യോജിച്ച് മത്സരിച്ചിട്ടില്ലേ? അതുപോലെ മുലായം സിംഗ് യാദവിന്റെ പാർട്ടിയും മായാവതിയുടെ പാർട്ടിയും തമ്മിൽ യോജിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ബലമുണ്ടാവുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ കാര്യം. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3% വോട്ട് മേടിക്കുന്ന കോൺഗ്രസിനെ തേടി ആര് വരും രാജേഷ്? എന്നിട്ട് 3% വോട്ട് മേടിക്കുന്ന ഒരു കക്ഷിക്ക് മറ്റേ 25 സീറ്റിൽ മത്സരിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 80 സീറ്റിൽ ലോക്സഭയിലുള്ള സീറ്റിൽ ഞങ്ങൾക്ക് 10 സീറ്റോ 20 സീറ്റോ തരണം എന്ന് പറഞ്ഞാൽ ആര് കൊടുക്കും? അല്ല, അത് തന്നെയാണ് ഇപ്പൊ മഹാരാഷ്ട്രയിലുള്ള അവസ്ഥ. ഇത് തന്നെയാണ് പശ്ചിമ ബംഗാളിൽ പോയി യഥാർത്ഥത്തിൽ മമതാ ബാനർജിക്ക് ഈ സഖ്യത്തോട് പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും പല കക്ഷികളും ഒരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യതയാണെന്ന് കണ്ടുകൊണ്ട് മാത്രമാണ് മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ അവരോട് എന്താ പറയുന്നത്? സഖ്യമാവാം എന്ന് പറയുന്നു. പശ്ചിമ ബംഗാളിൽ നമുക്ക് സഖ്യമാവാന്ന് പറഞ്ഞു. പക്ഷേ ഇവർ കൊടുക്കുന്ന സീറ്റ് മേടിക്കാൻ അവർ തയ്യാറല്ല. കോൺഗ്രസിന് അവർ സീറ്റ് കൊടുക്കേണ്ട അവർ വിജയിപ്പിച്ചു കൊടുക്കും, ഉറപ്പായും വിജയിപ്പിച്ചു കൊടുക്കാനുള്ള ബാധ്യത കൂടി അവർക്കുണ്ട്. പക്ഷേ അവരവിടെ സ്പ്ലിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവസ്ഥ? നിങ്ങൾ വേണമെങ്കിൽ പോയി ജയിച്ചോന്ന് പറയും. കോൺഗ്രസിന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പശ്ചിമ ബംഗാളിൽ ജയിച്ചു കയറുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അവർക്കും അത്ര ഇത് മനസ്സിലാവുന്നില്ല. അപ്പൊ പിന്നെ മാത്രമല്ല, ഇതിൽ വേറൊരു സംഭവം ഉണ്ടെന്ന്, ഖർഗേനെ പ്രധാനമന്ത്രിയാക്കി മാറ്റണം എന്ന് പറഞ്ഞത് തന്നെ എന്തിനാണ്? ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അവർ അംഗീകരിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ അവർ അംഗീകരിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഖർഗയാണെങ്കിൽ അവർ കൈ നോക്കാന്ന് പറയുന്നത്. ഖർഗയ്ക്ക് ഇതൊന്നും പറ്റില്ല എന്ന് അവർക്ക് തീർച്ചയായിട്ടും. അല്ല, ഇതിൽ രാജേഷ് 2 കാര്യങ്ങളുണ്ട്. ആ 2 കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന്, BJP എന്ന് പറയുന്ന ഒരു കക്ഷി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത് അപകടമാണ് എന്ന് MK സ്റ്റാലിനും അതുപോലെ മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും നിതീഷ് കുമാറിനും ഒക്കെ കൃത്യമായിട്ട് അറിയാം. നിതീഷ് കുമാറിനും അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് പേർക്ക് മാത്രമേ കുഴപ്പമില്ലാതുള്ളൂ. കാരണം അവർക്ക് ചാടാം. പക്ഷെ MK സ്റ്റാലിനും അരവിന്ദ് കെജ്രിവാളിനും മമതാ ബാനർജിക്കും ഒക്കെ ഇത് എക്കാലത്തും വലിയ ഭീഷണിയാണ്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഭീഷണി കൂടി, ഈവൻ നിതീഷ് കുമാറിന് അടക്കമുള്ള ഒരു കാര്യമുണ്ട് രാജേഷേ, ഇത് വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ടും കൂടി ചാടണേ. അതല്ല, കേന്ദ്രത്തിൽ വളരെ കൃത്യമായ നിതീഷ് കുമാറിനൊക്കെ എന്ത് ചെയ്യുന്ന ഒരു ആഭ്യന്തരമോ പ്രതിരോധമോ ഒക്കെ കിട്ടുന്ന ലെവലിലുള്ള ഒരു മന്ത്രിസഭ നിലവിൽ വരികയാണെങ്കിൽ കൊള്ളാം എന്ന് പറയുന്ന ഒരു ആഗ്രഹം നിതീഷ് കുമാറിനടക്കം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതില്ലാത്ത കുറച്ച് കക്ഷികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബിജു പട്നായിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ആന്ധ്ര മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിക്കോ മാത്രമാണ്. പക്ഷെ ഇവർക്ക് പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ BJPയുടെ നമ്മൾ പാദസേവ ചെയ്തുകൊണ്ട് എത്ര കാലം നിൽക്കും എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. ബാക്കിയുള്ളവർക്ക് അതുപോലും സാധ്യമല്ല. കാരണം എന്താ? ബംഗാളിൽ BJP കടന്നു കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്.
ഡൽഹിയിൽ മനീഷ് സിസോദിയ ഇപ്പോഴും അറസ്റ്റിലാണ്, രാജേഷ് അറിയേണ്ടത്. അരവിന്ദ് കെജ്രിവാളിനെ ഇലക്ഷൻ പ്രചാരണം നടത്താൻ അനുവദിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞേക്കാണ്. അരവിന്ദ് കെജ്രിവാൾ ഗുജറാത്തിൽ പാർട്ടി വളരെ സ്ട്രോങ് ആയി കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ BJP ഇയാൾ എതിരിടാതെ വയ്യ. അപ്പൊ MK സ്റ്റാലിനെ സംബന്ധിച്ചോളം അഴിമതി കേസുകളിൽ ഇപ്പോൾ ഒരു മന്ത്രി അകത്തായിരിക്കുന്നു, വേറെ നിരവധി അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റോ അടക്കമുള്ള ആ ഏജൻസികൾ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടിട്ട് ഇവർക്ക് വേറെ വഴിയില്ല BJPക്ക് വിരോധിക്കാൻ. പക്ഷേ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞ് അവരാരെങ്കിലും സ്വന്തം തട്ടകത്തിലെ 4-5 സീറ്റ് വെറുതെ തരും എന്ന് കോൺഗ്രസ് വിചാരിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസിന് ശക്തിപ്പെട്ടാൽ മാത്രമേ കോൺഗ്രസ് നിലനിൽക്കാൻ കഴിയൂ. ഇത് നമ്മുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇങ്ങനെ തന്നെയാണ്. രാജേഷ് 40ഓളം സീറ്റുകൾ ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിന് എവിടെ, പഞ്ചാബിൽ. അതുപോലെ ബീഹാറിൽ വലിയ കരുത്തുണ്ടായിരുന്നു, രാജസ്ഥാനിൽ കരുത്തുണ്ടായിരുന്നു, തമിഴ്നാട്ടിലോട്ട് MP ഉണ്ടായിരുന്നു, സൈക്കിളിലൊക്കെ പോകുന്ന MP ഉണ്ടായിരുന്നു മധുരയിൽ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പാർട്ടി ഇല്ലെങ്കിൽ പിന്നെ ഇവർക്ക് എങ്ങനെ സീറ്റ് കിട്ടും? ഇപ്പൊ രാജസ്ഥാനിൽ തന്നെ കഴിഞ്ഞ തവണ 2 സീറ്റിൽ മത്സരിക്കാന്നു, 2 സീറ്റിൽ തോറ്റു. എങ്ങനെ തോറ്റു? കാരണം അവിടെ സഖ്യകക്ഷികൾക്ക് പോലും ഇവരെ താല്പര്യം ഇല്ല. അപ്പൊ ഇതുകൊണ്ട് സ്വന്തം പാർട്ടി ശക്തിപ്പെടുക, കരുത്തുണ്ടാവുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വളരെ സിമ്പിളായി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ കാശുണ്ടെന്ന് പറഞ്ഞു, നമ്മളൊരു 5000 രൂപ കടം ചോദിച്ചാരെങ്കിലും തരും. നമ്മൾ പിച്ചക്കാരായി ജീവിക്കുകയാണ്, 5000 രൂപ കടം ചോദിച്ചാരെങ്കിലും തരുമോ? ആരും തരില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കരുത്തുണ്ടാവുക, നമുക്കിത് റീപേ ചെയ്യാൻ പറ്റുക, തിരിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു കാര്യം കോൺഗ്രസിന് ഇല്ലാത്തതാണ് പ്രശ്നം. പിന്നെ ഈ രാജേഷ് മഹാരാഷ്ട്രയുടെ കാര്യം പറഞ്ഞു. മഹാരാഷ്ട്രയിൽ എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചാൽ, രാജേഷ് പറഞ്ഞ പോലെ ശിവസേന 2 ആയിട്ട് നിൽക്കുകയാണ്. ഇതിലേത് ശിവസേനക്കാണ് ഉള്ളത് എന്നുള്ളത് കണ്ടെത്തണം. രണ്ടാമത്തേത് മറ്റേ ശരത് പവാർ ഏത് ഭാഗത്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. കാരണം ശരത് പവാർ എന്ത് ചെയ്താണ്, പറഞ്ഞു വിട്ടതാണ് എന്ന് പറയുന്നുണ്ട്. അജിത് പവാറിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഈ ശർമിളയുടെ കാര്യത്തിൽ പോലും ഉള്ളത്, കോൺഗ്രസിലേക്ക് ചേർന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ടുകൾ കൂടി പിടിച്ചുകൊണ്ട് അങ്ങനെ ദുർബലരാക്കിക്കൊണ്ട് കോൺഗ്രസിനെ അവിടെ തോൽപ്പിക്കാനും ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ വലിയ ആന്റി ഇൻകുംബൻസി ഫാക്ടർ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ ജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി പറഞ്ഞു വിട്ടേക്കാണെന്ന് പറഞ്ഞൊരു ആരോപണമുണ്ട്. അപ്പം ഇതൊക്കെ പിന്നെ ഞാനൊരു തമാശ രാജേഷോടെ, ഈ കേരളത്തിലൊരു കോൺഗ്രസ് നേതാവായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഈ YSR കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഈ YSR കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ശരിക്കും പുള്ളി ഇപ്പോഴും ഞാൻ സംസാരിച്ച കോൺഗ്രസ് നേതാവ്, ഇവിടുത്തെ കോൺഗ്രസിന്റെ സ്റ്റേറ്റ് ലെവൽ നേതാവ് പോലും വിചാരിച്ചിരിക്കണമെന്ന് അറിയാമോ? YSR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ YSRന്റെ പേരാണ് ഇട്ടേക്കണത്. അപ്പൊ ഞാൻ പറഞ്ഞത് അത് എങ്ങെന്നും ഈ പറയുന്ന പോലെ സർക്കെന്നും പറഞ്ഞ് അതുപോലെ മറ്റേ കർഷകരെന്നും പറഞ്ഞൊരു കാര്യമാണ് ഇട്ടേക്കണെന്ന് പോലെ അവർക്ക് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അത്ര പോലും പഠനം നടത്താത്ത വെറും വിവരക്കേടായിട്ടുള്ള ആളുകളിരുന്ന് എന്ത് ചെയ്യുന്നു, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മറ്റേ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് പറയുന്ന അതിദൗർഭാഗ്യകരമായ സംഭവമുണ്ട്. 10 കോടി വോട്ടേഴ്സ്, അതായത് കോൺഗ്രസിന്റെ അന്നത്തെ മുതലുള്ള ലെഗസി പിന്തുടരുന്ന, സ്വാതന്ത്ര്യ സമരാനന്തരം പിന്തുടരുന്ന 10 കോടി വോട്ടേഴ്സ് ഇപ്പോഴും കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് ഈ വേഷം കെട്ട് മൊത്തം കാണിക്കുന്നത്. അതുകൊണ്ട് രാജേഷ് പറഞ്ഞതുപോലെ തന്നെ ഇനി ഇവരെല്ലാവരും ഇനി കോൺഗ്രസും ഒക്കെ അലയൻസ് ചെയ്ത് ജയിച്ചാൽ പോലും നമുക്കറിയാം BJP അധികാരത്തിൽ വരാൻ 10-20 സീറ്റ് കുറവുണ്ടെങ്കിൽ, 30 സീറ്റ് കുറവുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഏത് പാർട്ടിനെ വിളിച്ചാലും കോൺഗ്രസ് വഴി എല്ലാവരും. നമ്മളിത് പറയുമ്പോൾ തന്നെ നിതീഷ് കുമാർ യഥാർത്ഥത്തിൽ ഈ BJP സഖ്യത്തിൽ ഉണ്ടായിരുന്നതാണ്. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹത്തിന് ഈ വലിയ ജനക്കൂട്ടത്തിനിടയിൽ അദ്ദേഹത്തിന് യാതൊരു തരത്തിലും ഇതും കിട്ടില്ല എന്നിട്ട് പുള്ളി മാറി വന്നു. അങ്ങനെയാണല്ലോ ഈ ഇന്ത്യ മുന്നണി എന്നുള്ള, അല്ലെങ്കിൽ BJPക്കെതിരെ ഒരു കോമൺ പ്ലാറ്റ്ഫോം എന്നുള്ള ആശയം പോലും അദ്ദേഹം വീണ്ടും പൊടി തട്ടിയെടുക്കുമായിരുന്നു. നേരത്തെ ശരത് പവാർ ആയിരുന്നു ഇതിന്റെ ആളെങ്കിൽ ഇപ്പം നിതീഷ് കുമാർ ആയിരുന്നു. പക്ഷെ നിതീഷ് കുമാറിനാണ് ആദ്യം ഇതും അടുത്തത്. അല്ല, അതുകൂടി നമ്മൾ കാണാതിരിക്കും. ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ ഇന്ത്യയെ കണ്ട ഏറ്റവും വലിയ മതേതരനും BJP വിരുദ്ധനുമായിരുന്ന ആരാധനയോ നിതീഷ് കുമാർ. നിതീഷ് കുമാർ ഒരു രാത്രി ഏതാണ്ട് രാത്രി 11 മണിയായപ്പോഴത്തേക്കും ഒരു സുപ്രഭാതത്തിൽ മറ്റേ തേജസ്വി യാദവ് ഒക്കെ ആയിട്ടുള്ള സമാജ്വാദി പാർട്ടിയായിട്ടുള്ള ബന്ധപ്പെടുന്നു. എന്നിട്ട് നേരെ എന്ത് ചെയ്യുന്നു, BJPയുമായിട്ട് അലയൻസ് ഉണ്ടാക്കുന്നു. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കാണുന്നത് ആ ബന്ധം വിട്ട് ഒരു രാത്രി കൊണ്ട് ഇങ്ങോട്ട്. അതുകൊണ്ട് നിതീഷ് കുമാറിനൊന്നും വേറെ വഴിയില്ല. ഞാൻ ഇത് പറയുമ്പോൾ രാജേഷോട് പറഞ്ഞാൽ, നിതീഷ് കുമാറിന്റെ മിനിസ്ട്രിയിലുള്ള ഒരു മിനിസ്റ്റർ, ആ മിനിസ്റ്ററുടെ അനിയൻ നമ്മുടെ ഹൈക്കോടതിയിൽ ജോലി ചെയ്യുന്നുണ്ടായി, ഈ നമ്മുടെ ഹൈക്കോടതി. അപ്പൊ ഞാൻ അദ്ദേഹമായിട്ട് നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇത് അവിടെ ബീഹാറിൽ അങ്ങനെ വേറെ വഴിയൊന്നുമില്ല. കാരണം നമുക്ക് ഏതെങ്കിലും പിടിച്ചിട്ട് അധികാരം നിലനിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് ഏറ്റവും മിടുക്കനായ പ്ലെയർ എന്ന് പറയുന്നത് നിതീഷ് കുമാറാണ്. അപ്പൊ അതുകൊണ്ട് നാളെ
നിതീഷ് കുമാർ ആണെങ്കിലും ഇനി മമതാ ബാനർജി ഇടയ്ക്കടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എന്താണെന്നറിയാം, RSS വളരെ നല്ല സംഘടനയാണ്. അതെ അതെ അപ്പൊ ഇതുപോലെ ആരെ വേണമെങ്കിലും BJP-യോടൊപ്പം പോകാം. പക്ഷെ താൽക്കാലികമായി ഇവർ BJP-ക്കെതിരെ നിൽക്കുന്നതിന്റെ കാരണം സ്വന്തം സ്ഥലങ്ങളിൽ നിന്ന് ഇവർക്ക് ഓരോരുത്തർക്കും MP-മാരെ ജയിപ്പിച്ചേ പറ്റൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, 255 സീറ്റ് എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു അത്യാഗ്രഹവും അതിമോഹവുമാണ്. ഞാൻ പറയുന്നത് ഒരു 100 സീറ്റ് ജയിക്കാനുള്ള വകുപ്പ് നോക്കുക എന്നുള്ളത് മാത്രമേ കോൺഗ്രസിന് ചെയ്യാനുള്ളൂ. നമ്മൾ പലപ്പോഴും പറയില്ലേ, മറ്റേ ഇതറിഞ്ഞു വേണം വിളമ്പാൻ എന്നൊക്കെ പറയുന്നത് പോലെ കൃത്യമായി ഇത് മനസ്സിലാക്കുക കോൺഗ്രസ്. കാരണം ഒരു 100 സീറ്റിൽ ജയിക്കാനുള്ള ഒരു പരിപാടി നോക്കുക, ഒരു 130-150 സീറ്റിൽ മത്സരിക്കുക, അവിടെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്.